will be able to buy something that is real, not something fake. To avoid you from buying something fake, not only, but maybe something that can hurt your health. So did you get me? Did you understand why we have this stuff included in our program? That's good that we talked about it now, so we finish with that. Je vais juste expliquer ce que je viens de vous expliquer. In a minute, in a minute we're going to reach the cable car station. Okay. First, I'm going to give you some advices. My first advice is this one. I've seen many of you. They have some bags and things. Lesson: if you have something that you brought with you that you do not need when we leave the bus and then come back to the bus, leave your belongings in the house. So, നമ്മളിപ്പോൾ ഇവിടെ ഒരു ബസ്സിൽ വന്നു. ബസ്സിൽ വന്നു. ഇതാണ് അതിൻ്റെ ഒരു സംഭവം. എൻ്റെ ഓഫീസ്. ഇതാണ് നമ്മുടെ ഗൈഡ്. പുള്ളി അറബി ഇംഗ്ലീഷ് എല്ലാം സംസാരിക്കും. നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് അതിൻ്റെ പരിപാടി. അത് നേരെ പോകുന്നു. എൻട്രൻസിൻ്റെ ഇവിടെ എൻട്രൻസിൽ നേരെ അകത്തോട്ട് ചെക്ക് ചെയ്ത് സെക്യൂരിറ്റി ചെക്കുണ്ട്. സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് അകത്തോട്ട് അങ്ങോട്ട് പോകും. ഇവിടെ നിന്നാണ് കൗണ്ടർ. ഈ കൗണ്ടറിൽ നിന്ന് ഞാൻ ടിക്കറ്റ് മേടിച്ചിട്ട് അതാണ് നമ്മുടെ പുള്ളിക്കാരൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നേരെ ക്യൂ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവുക. അത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇതെടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോവാണ്. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇതാണ് ടിക്കറ്റ് എടുത്ത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഇതിങ്ങനെ വരുന്നു, മേളിൽ നിന്ന് വരുന്നു, കണ്ടോ, കറങ്ങി വരുന്നു, താഴെക്കൂടെ വരുന്നു, ഇങ്ങനെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നു. ആൾക്കാരിങ്ങനെ വരുന്നു. അങ്ങനെ വീണ്ടും വരുന്നു, പോകുന്നു, വരുന്നു, താഴെ നാളെ കയറുന്നു, അങ്ങനെ ആകാശത്തോട് പോകുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇതിന് ഒരാൾക്ക് 40 പൗണ്ടാണ്. നമ്മുടെ ബോട്ടിലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നിർത്തി ഇവിടുത്തെ കയറ്റി ഇറക്കും. അങ്ങ് വരെ പോകും. അത് കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ഒരു വലിയ മാർക്കറ്റുണ്ട്. അഗദീർ മാർക്കറ്റ് എന്ന് പറഞ്ഞ വെരി ഫേമസ് മാർക്കറ്റാണ്. ഈ മൊറോക്കോയുടെ മെയിൻ ഒരു മാർക്കറ്റാണ്. അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇനി ഞാനകത്ത് കയറിയിട്ട് വിളിക്കാം നിങ്ങളെ. അതിന് കയറിയിട്ട് ഇനി അടുത്ത് റെക്കോർഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിവിടുന്ന് നമ്മുടെ ബസ് ഈ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ നമ്പർ 2 ഇതാണ് ബസ്. നമ്മളിവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നേരെ ഇതാണ് നമ്മുടെ ബാക്കിയുള്ള ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ കയറിപ്പോരുന്നത്. അവിടെ നിന്ന് നേരെ ആകാശത്തോട്ട് പോവുക. കടലൊക്കെ വിട്ടിരുന്നത് കാണാൻ പറ്റും. ഈ മല വലിയ മലയാണ്. 2-3 മലകളിൽ നിന്ന് വേറൊരു മലയിൽ നിന്ന് വേറൊരു മലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇരിക്കും കേട്ടോ. ബേസിക്കലി ഇങ്ങനെ ഇരിക്കും. മലയിലോട്ട് പോവാം. ഇങ്ങനെ പോകുമ്പോൾ ഒരുത്തന്തേ പോകുന്നു, കാലിയായിട്ട് പോകുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് പരിപാടി. ഭയങ്കര ഹൈറ്റാണ് കേട്ടോ. അത് ഷിപ്പ് യാർഡാണ് കേട്ടോ. ഇതൊരു പോർട്ടാണ്. ഇവിടെ ഷിപ്പ് യാർഡാണെന്ന് തോന്നുന്നു. കുറേ കപ്പലുകളൊക്കെ ഇവിടെ വന്ന് ഇന്നലെ അങ്ങോട്ട് പോയപ്പം താന്നിട്ടുണ്ടായിരുന്നു.
അതിങ്ങനെ കേബിൾ പോകുന്ന ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഗദർ ഇതൊരു ടൗണാണ്. ഈ ടൗണിൻ്റെ പേരാണ് അഗ്ദീർ. 1970 ശേഷം അങ്ങനെ ഉണ്ടായ ടൗണാണെന്ന് പറഞ്ഞു. ഇവിടെ ചുമ്മാ ഒന്നുമില്ലായിരുന്നു കിടന്നാണ് അയാൾ പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്നു. ഇതാണ് അത് ലാൻഡ് ചെയ്ത് നേരെ അങ്ങോട്ട് പോയി മലയുടെ മേളിൽ നിന്ന് എത്തിയത്. അവിടെ നിന്നാണ്. ഇതാണ് അഗദീർ ടൗൺ. ഈ കാണുന്നതാണ്. ഇതാണ്. ഇവിടെ നിന്നാണ് ഇപ്പം നമ്മളിങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഇറങ്ങി. ഇത് നേരെ പോയി താഴോട്ട് പോവുക. അങ്ങ് മലയിൽ. ഇത്രയേ ഉള്ളൂ. ഈ കാണുന്നതാണ് ഒരു സിറ്റി, അഗദീർ സിറ്റി. ചെറിയൊരു സിറ്റിയാണ്. ടൂറിസ്റ്റ് പ്ലേസാണ് മെയിൻലി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ എന്തോ ഒരു മന്ദിരമുണ്ട്. ഒരു മന്ദിർ പോലെ എന്തോ ഉണ്ട്. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും ടോയ്ലറ്റിൽ പോകണമെങ്കിൽ. നമ്മൾ വന്ന ഈ ടൂറിസ്റ്റ് ഗൈഡുകൾ ഓരോന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ പതുക്കെ ഇങ്ങോട്ടൊന്ന് മാറിയിട്ട് ഇത് പയ്യെ ഇതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നാൽ എന്താണെന്ന് അറിയില്ല. കുറേ ഒട്ടകങ്ങളും കാര്യങ്ങളും ഒക്കെ നടപ്പുണ്ട്. അമ്മമാരുടെ മെയിൻ പരിപാടി ഈ ഒട്ടകത്തെ കയറ്റി ഇറക്കും. 20 പൗണ്ട് അരമണിക്കൂർ നേരത്തേക്ക്. വലിയ കാര്യമൊന്നുമില്ല. ലോക്കൽ ആൾക്കാരും ഇങ്ങനെ കടക്കാരും എല്ലാവരും ഉണ്ട്. വാളാമല, കമ്മല അങ്ങനെയൊക്കെയുള്ള ഐറ്റംസും വിൽക്കുന്ന ആൾക്കാരും എല്ലാം. ഇതെന്തോ പഴയൊരു കൊട്ടാരമാണോ അതൊരെണ്ണമുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. ഇതുവഴി കുറേ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഈ മലയുടെ താഴെ ഇറങ്ങാം. സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഷിപ്പ്യാർഡ്. ഇവിടെ ക്രൂസ് എല്ലാം വന്ന് നിർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുത്തെ ഒരു സൂക്ക് കാണാൻ പോകട്ടോ. ഒരു മാർക്കറ്റ്, അഗദിയിലെ മാർക്കറ്റ് കാണാൻ പോകാം. ഇതാണ് ഈ ലോക്കൽ ടൗൺ. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ടൗണ്. Les meilleurs clients sont l'Espagne et le Portugal. And Spain and Portugal used to be the first ones in the world. സിറ്റി ഒക്കെ വലിയ കുഴപ്പമില്ല, നല്ല ക്ലീൻ ആട്ടോ. ഈ സിറ്റി ആക്ച്വലി പുതിയതാണ്, അതുകൊണ്ടായിരിക്കാം ഈ ഏരിയ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. Because Saudis they had left. ഇവിടുത്തെ ആൾക്കാർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ്. സോ നമുക്കിവിടെ വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷ് എല്ലാവരും സംസാരിക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. They left the European waters and they're here along the African shores. Okay. Ils sont là. Les Saoudiens, ils ont quitté
les Européens parce qu'elles sont très polluées. Et elles sont très fragiles, les sardines, donc ils sont venus ici. But as they are very good into marketing sardines, Spain and Portugal, they buy them from us in tins. Mais comme ils sont très bons dans tout ce qui est merchandising des sardines, donc ils les achètent de chez nous. So we send Spain, Portugal, tins in sardines in tins every day. On leur envoie des sardines en boîte tous les jours. The only thing that we do not do, la seule chose que nous ne faisons pas, we do not put any label on the tins. No etiquettes. On ne met pas d'étiquette sur les boîtes qu'on envoie en Espagne ou au Portugal. ഇവിടെ കൊണ്ടുപോയി നിർത്തി ഈ ലോക്കൽ ടൗണിൽ കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതൊരു കോസ്മെറ്റിക് സ്ഥലം, അതായത് ഈ ലോക്കലായിട്ടുള്ള പെർഫ്യൂമും അത്തറും ചിത്തറും ഒക്കെ ഇവിടെ കിട്ടും. അതിനുവേണ്ടി അവന്മാർ നമ്മളെ കൊണ്ട് വന്നു കഴിഞ്ഞോട്ട്. ഇവിടുത്തെ ഓരോ സംഭവങ്ങളാണ്. ഇവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാനും and of course we have the analysis of our branch rate to make you sure all the products are 100% organic. Sorry, you understand English? And you can, voilà les ladam, si vous voulez quelque chose, et tout le monde de ladam, d'accord? Okay, so I would like to start my explanation by the oil. So maybe do you know about the Morocco oil? The argan oil, the liquid gold, yeah? So in Morocco we got two types of the argan oil. The edible and we have the cosmetic. So maybe do you know what is the difference between the two oils? Of course, the color, but just in the process to make the argan oil. Okay, so the first, I will just show you the argan fruit, how it's present. So this is the argan fruit. So for the argan fruit, it's like the date, but of course we cannot eat them. We need just to take the fruit, we crack them between. അപ്പോൾ നമ്മൾ ലോക്കൽ ടൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Gate number 10, water to 6. ഇതാണ് ആ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം. ഇത് ഭയങ്കര ഒരു മാർക്കറ്റ്. ഇത് കാണാൻ വേണ്ടിയാണ് നമ്മളെ അവരവിടെ നിന്ന് കൊണ്ടുവരുന്നത്. ഗേറ്റ് നമ്പർ 10. ഇവിടെ തിരിച്ചു വരണം. ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്സൈഡ്. Gate number 10. ഇങ്ങനെ കിടക്കുമെന്നാണ് പറഞ്ഞത്. ഭയങ്കര മാർക്കറ്റാണ്. ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് ചെരുപ്പ് കടകൾ. ഇത് മുഴുവൻ ഷൂസിൻ്റെ സ്ഥലമാണ്. ഫുള്ള് ഷൂസാണ്. ഷൂസിന് ഫുള്ള് ഷൂ മാർക്കറ്റുകളാണ്. മുഴുവൻ ഷൂ മാർക്കറ്റാണ് മൊത്തം. മാർക്കറ്റ് കഴിഞ്ഞ് ഇവിടുത്തെ ലോക്കൽസുകളാണ്. ഇവിടെ ആൾക്കാരെല്ലാവരും
ലോക്കൽ ആൾക്കാരാണ് കടകളെല്ലാം. ലെതർ ഇതാണ് ഇവിടുത്തെ അറഗൻസിൻ്റെ അത്തറും കാര്യങ്ങളും. ഇത് പണ്ട് ഡൽഹിയിലൊരു സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പാടുകഞ്ച് എന്നും പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ജോലി ചെയ്തപ്പം അവിടെ പോയ പോലുണ്ട്, പാടുകഞ്ചിൽ പോയ പോലുണ്ട്. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതെന്തോ കപ്പലണ്ടി മുട്ടായി വയ്ക്കുന്നത്. ഇതൊരു ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരും ഓരോ ബസ്സിന് കയറ്റി ആൾക്കാരെ ഇങ്ങോട്ട് ഇറക്കും, തിരിച്ചു പോകും. സാധനത്തിൻ്റെ വാല്യൂവും വിലയൊക്കെ ഏകദേശം സിമിലർ പ്രൈസ് തന്നെയാണ്. വലിയ ലാഭമൊന്നുമില്ല ഇത് വിളിച്ചിട്ട് കേട്ടോ. സാധനത്തിനൊക്കെ വാല്യൂ ഒക്കെ സെയിം പ്രൈസാണ്. അങ്ങനെ ഈന്തപ്പഴത്തിൻ്റെ സ്ഥലത്തുണ്ട് പല 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 മോഡലുള്ള ടൈപ്പ് ഈന്തപ്പഴങ്ങളായിരിക്കുന്നത്. ഈന്തപ്പഴം ഇത് വെറൈറ്റി ഈന്തപ്പഴങ്ങളാണ്. പല മോഡലുള്ള ഈന്തപ്പഴങ്ങളത്. Beginning of September. So they finish on only the 22 of July, and then they start the 4th of September, 4th or 5th of September. So they have 1 month, 1 or 2 days. That's it. It's not that much. And also during the time of the Christmas, it's only 1 week. I know. How long do you? I have many people of my family that are buried in this cemetery. എർത്തുക്ക് വന്നപ്പോൾ മരിച്ച ആൾക്കാരുടെ ശവക്കല്ലറുകളാണ് കേട്ടോ ഈ കാണുന്ന ഈ സൈഡ് മുഴുവൻ. We cannot stop, it's not allowed. അങ്ങനെ നമ്മുടെ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ബസ്സിൽ കയറി എയർപോർട്ടിലോട്ട് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു റോഡിൻ്റെ ഒരു രീതി. ഞാൻ ഇവിടുത്തെ ഹൈവേ കാണുന്നത്. പിന്നെ ഡബിൾ ലൈൻ അത്രേ ഉള്ളൂ. ഹൈവേ എന്ന് പറയുന്നത് 2 ലൈനേ ഉള്ളൂ. ഇവിടെ മുഴുവൻ മലകളും ചെറിയ ചെറിയ കുന്നുകളും അങ്ങനെയൊക്കെയാണ് ഇവിടെ. പക്ഷെ ഹോട്ടലും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ രസമാണ്.
എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ എയർപോർട്ട്. ഇതൊരു ചെറിയ എയർപോർട്ടാണ് കേട്ടോ, അത്ര വലിയ എയർപോർട്ടൊന്നുമില്ല. എല്ലാം സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് എയർപോർട്ടാണ്. എയർപോർട്ടിൽ ഈവൻ ഫ്ലൈറ്റിലോട്ടൊക്കെ നടന്ന് കയറണം. അത് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് എയർപോർട്ടിലോട്ടുള്ള കണക്ഷൻസ് ഒന്നുമില്ല, നമ്മൾ നടന്ന് കയറണം. അതുപോലത്തെ ഒരു കുഞ്ഞ് എയർപോർട്ടാണ്. പക്ഷെ എല്ലാം സ്മൂത്തായിട്ട് പെട്ടെന്ന് നടന്നാലും ഞാൻ വന്നപ്പോൾ കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഒരു ചുവയുടെ ഒരു ബസ് കിടക്കുന്നു. ഞങ്ങളടുത്ത് വന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വന്നു. ഇതാണ് എയർപോർട്ട്, അഗദീർ എയർപോർട്ട്. ആ ബസ്സിൽ വന്ന് നമ്മൾ ഇറങ്ങി. അവിടെ നേരെ അകത്തോട്ട് ഡിപ്പാർട്ടിലേക്ക് പോകണം. ചെറിയൊരു എയർപോർട്ട്. ഇതാണ് എയർപോർട്ട്, വളരെ ചെറിയ എയർപോർട്ടാണ്. ഇവിടെ ഒന്ന് രണ്ട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ട്യൂയുടെ ഡെസ്കിലേക്ക് പോവാണ്. അവിടെ പോയി ലഗേജ് വിട്ടിട്ട് ബാക്കി സെക്യൂരിറ്റി ചെക്കിങ്ങിന് പോകണം. ഇതാണ് ഈ ഒരു എയർപോർട്ട്. ഓക്കെ, ഞാൻ ഈ ബാഗ് ഇട്ടിട്ട് ബാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. ഇതാണ്, ഒത്തിരിയൊന്നുമില്ല. ഞാനൊരു ചെറിയ 1-2 സാധനം മേടിച്ചു. ആകെ ഒരെണ്ണേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ആൾക്കാരെല്ലാം ഇരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ എയർപോർട്ടിൻ്റെ ഭയങ്കര തിരക്കും ബഹളവും ഒക്കെ ആയിട്ട്. ഞാൻ നോക്കിയിട്ട് ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റിയ വലിയ സാധനങ്ങളൊന്നും, സിഗരറ്റ് മാത്രം കൊള്ളാം. അല്ലാത്തൊരു സാധനത്തിന് വലിയ Number 7332, Manchester, immediately boarding gate number 9. Thank you. ഇതാണ് ഇവിടുത്തെ എയർപോർട്ട്. പേര് കുഞ്ഞ എയർപോർട്ട്. നടന്നു കയറണം, എല്ലാവരും നടന്നാണ്. എന്നാ തിരക്കാണ് ഇവിടെ, ഭയങ്കര തിരക്ക്. ആടിൻ്റെ തിരക്ക്. ജനങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് കംപ്ലീറ്റ് ബഹളമാണ്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നു കയറുക. നമ്മൾ വണ്ടിയൊക്കെ അങ്ങോട്ട് കയറുന്ന പോലെ. അങ്ങനെ ഇതേണ്ട ഫ്ലൈറ്റിലോട്ട് കയറുക. ഇതാണ് ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ്. ഫൈനലി നമ്മൾ ബോർഡിങ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ബൈ ബൈ.